Hello students, welcome to another video of compressible fluid flow. First one, stagnation temperature probe. Stagnation temperature measure ചെയ്യുക എന്നുള്ളതാണ് stagnation temperature probeന്റെ ഉപയോഗം. ഈ കാണിച്ചിരിക്കുന്നതാണ് stagnation temperature probeന്റെ ഫിഗർ. ഇത് ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇവിടെയായിട്ട് stagnation temperature measure ചെയ്യാനായിട്ടുള്ള തെർമോകപ്പിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഒരു സപ്പോർട്ടിലേക്ക് കണക്റ്റഡ് ആണ്. സപ്പോർട്ടുകൾ ഹോൾഡറിലേക്കും കണക്റ്റഡ് ആണ്. ഇനി ഈ കാണുന്നത് ഷീൽഡ് ആണ്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് വെന്റ് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ പ്രോബിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ സ്റ്റാഗ്നേഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാസ് ഫ്ലോ ഐസെൻട്രോപ്പിക്കലി ഡീസലറേറ്റ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറുകയാണെങ്കിൽ ആ ഒരു 0 വെലോസിറ്റി അച്ചീവ് ചെയ്യപ്പെടുന്ന ഭാഗത്തെ സ്റ്റേറ്റിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ഒക്കർ ചെയ്യുന്നത്. സോ ഇവിടെയായിട്ടൊരു പൈപ്പ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഈ പൈപ്പിൻ്റെ ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ഒക്കർ ചെയ്യുന്നത്. സോ ഇവിടെയായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക. സോ ഈ ഒരു ഗ്യാസ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷീൽഡിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ പ്രോബിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഭാഗത്ത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക, കാരണം ഇവിടെ വെലോസിറ്റി 0 ആയിട്ട് മാറി. ഇനി ഈ ഒരു ഭാഗത്ത് ഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലൂടെ, ഈ ഒരു പ്രോബിനുള്ളിലൂടെ ഫ്ലോ നടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കൂടി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാതിരിക്കാനായിട്ടാണ് ഈ ഒരു ഷീൽഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു തെർമോകപ്പിളിൻ്റെ ഭാഗത്തെത്തുമ്പോഴേക്കും ഈ ഒരു എയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറുകയും സോ തെർമോകപ്പിളിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് ആ ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലെ ടെമ്പറേച്ചർ ആയിരിക്കും. സോ ഈ രീതിയിലാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ പ്രോബ് ഉപയോഗിച്ച് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ഇവിടെയായിട്ടൊരു വെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടേക്ക് എത്തിയ ഗ്യാസ് പുറമേക്ക് പോകാനായിട്ടുള്ള ഒരു പാത്താണ് ഈ കാണിച്ചിരിക്കുന്ന വെൻറ്റ്. സോ ഈ രീതിയിലാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ പ്രോബിൻ്റെ വർക്കിംഗ് വരുന്നത്. നെക്സ്റ്റ് വൺ, വെഡ്ജ് പ്രോബ്. സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ടുള്ള ഉപകരണമാണ് വെഡ്ജ് പ്രോബ്. ഈ കാണിച്ചിരിക്കുന്നതാണ് വെഡ്ജ് പ്രോബിൻ്റെ ഫിഗർ. ഇതിൽ ഈ കാണുന്നത് ഒരു വെഡ്ജാണ്, അതിനൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. ഇതിൽ 3 ഹോളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സെൻറ്റർ ഹോള് നമ്മളൊരു സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണം, പ്രധാനമായിട്ടും പിറ്റോ ട്യൂബാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു സെൻട്രൽ ഹോള് നമ്മൾ ഈ കാണുന്ന പൈപ്പ് വഴി ഒരു പിറ്റോ ട്യൂബിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഇനി സൈഡിലുള്ള 2 ഹോളുകൾ വഴി നമ്മളൊരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബ് 2 മാനോമീറ്റേഴ്സിലേക്കും കണക്റ്റഡ് ആയിരിക്കും. സോ ഈ രീതിയിലാണ് വെഡ്ജ് പ്രോബിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ 2-dimensional wedge having 2 small holes in symmetrical positions in the 2 plane faces. നമ്മൾ ഓൾറെഡി ഈ ഒരു ഫിഗർ വെച്ച് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് മനസ്സിലാക്കുക. 2 ഹോളുകളുണ്ട്. ആ 2 ഹോളുകൾ ഒരേ ആംഗിളിലായിരിക്കും ഈ വെഡ്ജിന് ചുറ്റുമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാം. ദി 2 holes are communicated to 2 manometers. If 2 sides of the wedge and holes are perfectly symmetrical, the flow direction coincides with the bisector of the wedge angle. So static pressure measurement ആക്യുറേറ്റ് ആകാനായിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫ്ലോ ഡയറക്ഷനെ സിമെട്രിക് ആയിട്ടായിരിക്കണം ഈ ഒരു വെഡ്ജ് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇനാക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആയിരിക്കും വെഡ്ജ് പ്രോബ് വഴി കിട്ടുക. സംടൈംസ് പിറ്റോ ട്യൂബ് ഈസ് കണക്റ്റഡ് വിത്ത് ദി വെഡ്ജ്. സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പിറ്റോ ട്യൂബ് ഈ കാണുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ കൂടി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ രീതിയിലാണ് വെഡ്ജ് പ്രോബിൻ്റെ വർക്കിംഗ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടെമ്പറേച്ചർ റിക്കവറി ഫാക്ടർ എന്നുള്ളൊരു പോർഷനാണ്. ഇഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് ഈസ് മെഷേർഡ് അണ്ടർ സച്ച് കണ്ടീഷൻസ് that there is no heat transfer from the probe to the outside, the value obtained is the adiabatic wall temperature. നമ്മളൊരു ടെമ്പറേച്ചർ മെഷർമെൻറ്റ് നടത്തുമ്പോൾ അവിടെ യാതൊരു രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അഡിയാബാറ്റിക് വോൾ ടെമ്പറേച്ചർ എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ടെമ്പറേച്ചർ റിക്കവറി ഫാക്ടറാണ്. അതിനുള്ള ഇക്വേഷനാണ് ഈ കാണുന്നത്. അതിനെ RF എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. RF = TAW - T ഡിവൈഡഡ് ബൈ T0 - T. ഇതിൽ TAW എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് വോൾ ടെമ്പറേച്ചർ, T എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, അതേസമയം T0 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ റിക്കവറി ഫാക്ടർ, ടെമ്പറേച്ചർ റിക്കവറി ഫാക്ടർ എന്ന് പറയുന്നത്. ദി റിക്കവറി ഫാക്ടർ റിലേറ്റ്സ് ദിസ് ടെമ്പറേച്ചർ ടു ദി സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നന്റ് ടെമ്പറേച്ചർ. സോ റിക്കവറി ഫാക്ടർ
ഈ ഒരു അഡയബാറ്റിക് വോൾ ടെമ്പറേച്ചറിനെ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആയിട്ടുള്ള ടി ആയിട്ടും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആയിട്ടുള്ള T0 ആയിട്ടും റിലേറ്റ് ചെയ്യുന്നു. ദി വാല്യൂ ഓഫ് ദി റിക്കവറി ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി പ്രോബ്, ഗ്രോത്ത് ഓഫ് ദി ബൗണ്ടറി ലെയർ ആൻഡ് മാക് നമ്പർ. സോ റിക്കവറി ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടൈപ്പ് ഓഫ് ദി പ്രോബ്, ഗ്രോത്ത് ഓഫ് ദി ബൗണ്ടറി ലെയർ ആൻഡ് മാക് നമ്പർ. നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ പ്രോബിൻ്റെ റിക്കവറി ഫാക്ടർ ഓൾമോസ്റ്റ് യൂണിറ്റി ആണ്, അല്ലെങ്കിൽ 1 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഈ കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്യണം. അതായത് സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ റിക്കവറി ഫാക്ടർ ഏകദേശം 0.89 ആണ്. സൂപ്പർസോണിക് ഫ്ലോ ആണെങ്കിൽ റിക്കവറി ഫാക്ടർ വരുന്നത് 0.86 ആണ്. ഇനി ഈ കാണുന്ന ഇക്വേഷൻസ് കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് RF = 2CP TAW - T ഡിവൈഡഡ് ബൈ C സ്ക്വയർ, TAW/T = 1 + RF C² 2CPT. TAW divided by T equal to 1 plus RF into gamma minus 1 divided by 2 m square. So ഈ ഒരു 3 ഇക്വേഷൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങൾ ഈ ഒരു റിക്കവറി ഫാക്ടറിൻ്റെ ചോദ്യം വരികയാണെങ്കിൽ എഴുതേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, കീൽ പ്രോബ്. പിറ്റോ ട്യൂബിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് കീൽ പ്രോബ്. ഈ കാണുന്നതാണ് കീൽ പ്രോബിൻ്റെ ഫിഗർ. ഇത് നല്ല രീതിയിൽ പഠിക്കുക. ഇവിടെ ഈ കാണുന്നതാണ് പിറ്റോ ട്യൂബ്. സാധാരണ ഈ ഒരു പിറ്റോ ട്യൂബിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതേസമയം കീൽ പ്രോബിനകത്ത് ഇത് ഈ രീതിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നിൽക്കുക. അതുമാത്രമല്ല, ഈ കീൽ പ്രോബ് വയ്ക്കുന്ന ഭാഗത്ത് ഒരു വെഞ്ചൂറി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. അതായത് ഈ ഒരു വെഞ്ചൂറി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഈ ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ വെഞ്ചൂറിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഫ്ലോ ടർബുലൻ്റ് ആണെങ്കിലും ശരി, ലാമിനാർ ആണെങ്കിലും ശരി, ഈ കീൽ പ്രോബിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു സ്ട്രീം ലൈൻസ് എല്ലാം തന്നെ പാരലൽ ആയിരിക്കും മൂവ് ചെയ്യുക. സോ ഈ വെഞ്ചൂറി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്ലോ ടർബുലൻ്റ് ആണെങ്കിൽ പോലും ഈ ഒരു കീൽ പ്രോബിൻ്റെ ഭാഗത്തേക്ക് കൂടി ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ലാമിനാർ ഫ്ലോ ആയിട്ട് മാറും, അല്ലെങ്കിൽ പാരലൽ ഫ്ലോ ആയിട്ട് മാറും. സോ കുറേയും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ വെഞ്ചൂറി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊരു ടൈപ്പ് ഓഫ് ഫ്ലോയിനെയും ലാമിനാർ ആക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഇതൊരു പ്രോപ്പർ അലൈൻമെൻ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആംഗിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫ്ലോ ഡയറക്ഷന് സെയിം ആംഗിളിൽ, അല്ലെങ്കിൽ ആംഗിൾ 0 ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പിറ്റോ ട്യൂബിൻ്റെ അലൈൻമെൻറ്റ് പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിനി ഓരോ പോയിന്റുകളായിട്ട് നോക്കാം. പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് has limitations in getting proper alignment of the tube with direction of flow. ഇതൊരു പിറ്റോ ട്യൂബിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള അലൈൻമെൻറ്റ് പിറ്റോ ട്യൂബിൽ സാധ്യമല്ല. ദി ആംഗിൾ ഷുഡ് ബി 0 ഫോർ ആക്യുറേറ്റ് മെഷർമെൻറ്റ്, ബട്ട് ഇൻ മെനി സിറ്റുവേഷൻസ് ഇറ്റ് മെ നോട്ട് ബി പോസിബിൾ ടു അലൈൻ പ്രോപ്പർലി, ഓർ ദി ഫ്ലോ മേ ബി നെയ്തർ ഫിക്സഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഇൻ ഡയറക്ഷൻ. ദി കീൽ പ്രോബ് ഓർ കീൽ ട്യൂബ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ സ്റ്റാഗ്നേഷൻ പ്രഷർ വിച്ച് എലിമിനേറ്റ് സെൻസിറ്റിവിറ്റി ഡ്യൂ ടു ആംഗിൾ. സോ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പിറ്റോ ട്യൂബ്, അതിൻ്റെ ഫിഗർ ഞാൻ വരയ്ക്കാം. പിറ്റോ ട്യൂബ് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കണമെന്ന് വിചാരിക്കാം. ഇനി ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. പക്ഷേ ഈ പിറ്റോ ട്യൂബ് ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ രീതിയിൽ ഇതിൻ്റെ ഓപ്പണിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് ഡയറക്ഷന് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ രീതിയിൽ ഇത് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ റൊട്ടേറ്റ് ചെയ്തതായിട്ട് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് മാറി നിൽക്കും. ആ മാറി നിൽക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയാം. സോ ആ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു കീൽ പ്രോബ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് കീൽ പ്രോബിൻ്റെ വർക്കിംഗ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കറക്ഷൻ ഫാക്ടർ. അതായത് നമ്മൾ ഇതുവരെ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, അതേപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഉപകരണങ്ങളെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് കറക്ഷൻ ഫാക്ടർ എന്നുള്ളതാണ്. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, അതേപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്നിവ കറക്റ്റ് മെഷർമെൻറ്റ്സ് ആയിരിക്കില്ല. അതായത് നമ്മൾ സ്റ്റാറ്റിക് ടെമ്പറേച്ചറായിട്ട് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ ഒരിക്കലും സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആവണമെന്നില്ല. അതിൽ ചില എറേഴ്സ് ഉണ്ടാവും. സെയിം രീതിയിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറായിട്ട് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൽ നിന്നും എറേഴ്സ് ഉണ്ടാവും. ദി ആക്ച്വൽ ടെമ്പറേച്ചർ റെക്കോർഡഡ് ഈസ് നെയ്തർ സ്റ്റാറ്റിക് നോർ സ്റ്റാഗ്നേഷൻ നോർ അഡയബാറ്റിക് വോൾ ടെമ്പറേച്ചർ. In order to take into account all the factors, a correction factor is defined. അതായത് ഈ ഒരു എറേഴ്സിനെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടറാണ് കറക്ഷൻ ഫാക്ടർ.
അതിനെ കെ ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കെ ടി ഈക്വൽ ടു ടി ആർ മൈനസ് ടി ഡിവൈഡഡ് ബൈ ടി സീറോ മൈനസ് ടി. ഇതിൽ ടി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ, അതായത് റെക്കോർഡ് ടെമ്പറേച്ചർ. ടി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, ടി സീറോ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ.